ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പൂനെ വ്ളോഗിലെ സെക്കൻഡ് പാർട്ടാണത്. അപ്പോൾ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വെസ്റ്റിനിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോയി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ അമിത് ഷാ വന്നിട്ട് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ വണ്ടികളും ഒക്കെ ഒഫീഷ്യൽസും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ഓർഡർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോട്ടൂസ് അത്ര നല്ല മൂഡിലല്ല ബേസിക്കലി. അങ്ങനെ ഞങ്ങൾ റൂം ചെക്കിങ്ങിന് കുറേ സമയം എടുത്തിരുന്നു. കാരണം അവർ അന്ന് റിട്ടേൺ ചെയ്യുന്ന സമയം അങ്ങനെ എന്തോ ആണ് ഓഫീഷ്യൽസ് എല്ലാവരും. അങ്ങനെ ഞങ്ങളെ റൂം കിട്ടി. അപ്പോൾ ഇതാണ് അപ്പോൾ റൂം ടൂർ ചെയ്യുന്നതല്ലേ ഞാൻ. അപ്പോൾ വലിയ വാഷ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അപ്പുറത്തിരുന്ന് അപ്പുറത്ത് കുളിക്കണ കാണാം. അയ്യേ നാണക്കട്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു വാഷ്റൂമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ക്യാമറമാനിലെ മൈ ഹസ്ബൻഡ്. പിന്നെ ഇവിടെ ഒരു കൊമേഡ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു കബേർഡ് ഉണ്ട്. കബേർഡിൻ്റെ അകത്ത് തുണി വയ്ക്കാനുള്ള സാധനം, അയൺ, ബേസിക് തിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പെട്ടി വയ്ക്കാനുള്ള ഏരിയ. പിന്നെ ടി വിയുടെ അവിടെ ഉള്ള ഏരിയയിൽ കുറച്ച് ഫ്രിഡ്ജ് കാര്യങ്ങൾ, അതിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി പെയ്ഡാണ് കേട്ടോ, ആ വക സംഭവങ്ങളൊക്കെ. പിന്നെ അതേ ഇവിടെ 2 സ്റ്റഡി ടേബിളല്ല, ഓഫീസ് വർക്ക് ചെയ്യാനുള്ള ടൈപ്പ് ടേബിളുണ്ട്, കോഫി സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറാണ് കേട്ടോ. ആ ചെയർ എന്ത് സുഖമായിരുന്നു എന്നറിയാമോ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയൊരു മിറർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ലാമ്പൊക്കെ, സൈഡ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് റൂമിൽ നിന്നുള്ളത്. പിന്നെ ബെഡ് അടിപൊളിയല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഏതോ ഒരു ഹോട്ടലാണോ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും കമ്പനിയാണോ എന്നുള്ളത് അറിയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു റൂമിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് ഞങ്ങൾ നേരെ അവിടെ പൂളും കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അവരുടെ തന്നെ. അങ്ങനെ നമ്മളവിടെ പൂളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്ന വഴി നല്ല അതിമനോഹരമായിട്ടുള്ള വഴിയായിരുന്നു. അവർക്ക് ഔട്ട്ഡോറുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഒരു ഹോട്ടൽ, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എസ്സിലോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഔട്ട്ഡോർ ആയിട്ട് ഇവർക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന്. അവിടെ കേട്ടോ. അത് രാത്രി കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, അവരുടെ ബുഫേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഏരിയ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇവിടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൽ കൂടെ പുറത്ത് പോയി കഴിഞ്ഞാലാണ് അവരുടെ ഔട്ട്ഡോറ്. പൂള് നല്ല ഹ്യൂജ് പൂളായിരുന്നു കേട്ടോ. ബേബിക്കുള്ള പൂള് വേറെ, പിന്നെ വലിയ ആൾക്കാർക്കുള്ള പൂള് വേറെ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ താഴെയാണ് ഈ സ്പാ, അങ്ങനത്തെ സോന ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളൊന്നും ചാടില്ല, നേരെ പൂളിൽ ചാടി കുറേ നേരം ആടി തിമർത്തു. ആ പൂളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ ഞങ്ങളായിട്ട് കുറച്ച് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് പിന്നെ പൂളിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ഇതിപ്പോൾ കാണുന്ന പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. അതൊക്കെ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഹ്യൂജ് ആയിട്ടുള്ള സ്പ്രെഡ് തന്നെയായിരുന്നു കേട്ടോ. ഓഫ് കോഴ്സ് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഡെസേർട്ട് സൈഡൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. ഞാനൊരു 8 മണിക്ക് ഇരുന്നിട്ട് ഞാനൊരു 11 മണി വരെ ഇരുന്ന് കഴിച്ചു എന്നാണ്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി പൂളിലെ വൈബ് അത് ഇറങ്ങിയൊന്നുമില്ല, കാരണം നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് കുറേ പണിയൊക്കെ ഉള്ളതുകൊണ്ട് പൂളിലൊന്നും രാവിലെ ഇറങ്ങിയില്ല. അങ്ങനെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ചോട്ടൂസിന് വേണ്ടിയിട്ട്. ആ സമയത്ത് അവൻ ഉറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ രാത്രി ഒരു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂനെയിലെ ഒരു എന്താ ഒരു കെ സി മാർക്കറ്റോ അങ്ങനെ എന്തോ. പിന്നെ അവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും രസക്കൊള്ളില്ലായിരുന്നു കേട്ടോ.
പിന്നെ ഇതേ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നടന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ മാപ്രോ ഗാർഡനിലോട്ട് പോയി. അവിടെ എന്ന് വെച്ചാൽ അവർ കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നടന്ന് ഇങ്ങനെ കണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ലൈക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സമയമൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ ഒരു പൂനെ ട്രിപ്പ് 3 days ട്രിപ്പായിരുന്നു. ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് തന്നെ എടുത്തിട്ടുണ്ട്, വീഡിയോ ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല ഇങ്ങനെ. അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.